ബാക്ക് ടു സൈലം ലേണിംഗ്. മുഹമ്മദ് ഷഫീഖ് വി കെ കെമിസ്ട്രി ടീച്ചർ. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ലോസ് ഓഫ് ഗ്യാസസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു ഏരിയ ഉണ്ട്, അതായത് മോൾ കൺസെപ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വേഷൻ, മോൾ സങ്കല്പനവും സമവാക്യവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. നമ്മൾ ലൈവിലൊക്കെ വളരെ കൃത്യമായിട്ട് അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളൊക്കെ ആ ലൈവ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സാർ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചോദ്യം നിങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്താണ്, ആ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ് മക്കളെ. എ ബാലൻസ്ഡ് ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടു പ്രൊഡ്യൂസ് അമോണിയ ഈസ് ഗിവൺ. അമോണിയ ഉണ്ടാകുന്ന ഒരു സമീകരിച്ച സമവാക്യം താഴെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം നോക്കിക്കേ. ഹൗ മെനി മോൾസ് ഓഫ് ഹൈഡ്രജൻ ഈസ് റിക്വയർഡ് ഫോർ 10 മോൾസ് ഓഫ് നൈട്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി. നോക്കിയേ, എന്താ ചോദിച്ചത്? 10 മോൾ നൈട്രജൻ പൂർണ്ണമായും പ്രവർത്തിക്കാൻ എത്ര മോൾ എന്ത് വേണം? ഹൈഡ്രജൻ വേണം. അപ്പം മോളിന്റെ കണക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താവട്ടെ, നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കട്ടെ മക്കളെ. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. ആദ്യം ആ തന്നിട്ടുള്ള ഇക്വേഷനെ നിങ്ങൾ അതേപോലെ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതണം. ഇപ്പൊ ഫോർ എക്സ് ഇപ്പൊ തന്നിട്ടുള്ളത് N2 + 3H2 gives 2NH3 എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലെ. ഇതാണ് നിങ്ങൾക്ക് തന്ന ഇക്വേഷൻ. എന്നിട്ട് അവർ ചോദിച്ച ചോദ്യം എന്തിനെ പറ്റിയിട്ടാണ്? നമ്പർ ഓഫ് മോളിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മളൊരു ഇക്വേഷനെ കിട്ടിയാൽ അതിനെ മോൾ എണ്ണത്തിൽ എഴുതാനും മാസിന്റെ രൂപത്തിൽ എഴുതാനും വോളിയത്തിന്റെ രൂപത്തിൽ എഴുതാനും നമുക്ക് കഴിയണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ലൈവ് നിങ്ങൾ കാണണം. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിയടാ, ഇവിടെ ശരിക്കും ഈ കാണുന്ന സൈഡിലുള്ള നമ്പറാണ് ശരിക്കും മോളിന്റെ എണ്ണം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് അറിയാവുന്ന നമുക്ക് ആദ്യം എഴുതി വെക്കാം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു കാര്യം, 1 മോൾ N2-വും 3 മോൾ H2-വും പ്രവർത്തിച്ചാണ് എന്തുണ്ടായിട്ടുള്ളത്? 2 മോൾ NH3 ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിന് ഐഡിയ കിട്ടി. എങ്ങനെ സാറേ നിങ്ങൾക്ക് മനസ്സിലായത്? എടാ, ഇവിടെ 1 അതിനർത്ഥം 1 മോളാണ്, ഇവിടെ 3 അതിനർത്ഥം 3 മോളാണ്, ഇവിടെ 2 അതിനർത്ഥം 2 മോളാണ്. അത് അതിൽ നിന്ന് കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ചോദ്യം എന്താ പറ്റിയാ ചോദിച്ചത്? ഓക്കെ, എത്ര മോൾ ഹൈഡ്രജൻ വേണ്ടി വരും 10 മോൾ എന്തുണ്ടാവാൻ? 10 മോൾ നൈട്രജനുമായിട്ട് ഇത് റിയാക്ട് ചെയ്യാൻ. അപ്പൊ നമ്മളോട് ചോദിച്ചതിൽ 10 മോൾ നൈട്രജൻ ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പൊ നമുക്ക് തന്ന സാധനത്തിനെ പറ്റിയിട്ട്, നമുക്ക് ചോദിച്ച സാധനത്തിനെ പറ്റിയിട്ട് ഐഡിയ വേണം. നമ്മളോട് ചോദിച്ചത് ഹൈഡ്രജൻ എത്ര വേണമെന്നാണ്, തന്നതോ നൈട്രജനെ പറ്റിയിട്ടാണ്. അപ്പൊ തന്നതിന് നമ്മൾ ഇടത്തെ സൈഡും ചോദിച്ചതിന് നമുക്ക് വലത്തെ സൈഡും എഴുതാനായിട്ട് സാധിക്കണം. അപ്പൊ തന്നത് എന്തിനെ പറ്റിയിട്ടാണ്? നൈട്രജൻ N2-നെ പറ്റിയിട്ടാണ് തന്നത്. എന്നിട്ട് ഒരു ഇംപ്ലൈസ് ഇടുക. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടി എളുപ്പതാണ്. നമ്മളോട് തന്ന സാധനം N2 ആണ്, ചോദിച്ചത് H2 ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഇനി ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള കാര്യം വെച്ചിട്ട് റിലേഷൻ നോക്കുക. 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ ആണ് ആവശ്യം. അതിവിടെ എഴുതി വെക്കുക. 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ ആണ് ആവശ്യമായിട്ടുള്ളത്. മക്കളെ, പിന്നെ വേണ്ടത് ഈ ഇടത്തെ സൈഡ് 1 ആക്കുക എന്നാണ്. ഇപ്പൊ ഓൾറെഡി 1 ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇവിടെ ഇൻ കേസ് 2 അല്ലെങ്കിൽ 3 ഒക്കെ ആണെങ്കിൽ അതിന് അങ്ങോട്ട് കൊണ്ടുപോകണം, എന്നിട്ട് ഇവിടെ 1 ആക്കണം. ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കളെ, ഇവിടെ 1 ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് നോക്കുക. നമുക്ക് ഈ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? 10 മോൾ നൈട്രജൻ ഉണ്ട് എന്നാ പറഞ്ഞത്. ആ 10നെ 2 സൈഡിലും ഗുണിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെയും 10 കൊണ്ട് ഗുണിച്ചാൽ, അഥവാ 10 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 10 × 3, ഇവിടെ 3 ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ സമം 30 മോൾ എന്ത് വേണ്ടി വരും? ഹൈഡ്രജൻ വേണ്ടി വരും. കണ്ടോ? അപ്പൊ ആൻസറായി. ഇങ്ങനെ എഴുതിയാൽ മതിയോ സാർ? മതി, ആൻസറായി. എന്നാ അടുത്ത ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഇതേപോലെ ചെയ്ത് നോക്കാം. കണ്ടോ? 10 മോൾ നൈട്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചാൽ കിട്ടുന്ന അമോണിയയുടെ അളവ് എത്ര? ഇനി ആരൊക്കെ തമ്മിലുള്ളതാ ചോദിക്കുന്നത്? 10 മോൾ നൈട്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചാൽ കിട്ടുന്ന അമോണിയ. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് ഞാൻ അടുത്തേ ചോദിക്കുന്നത്. നമുക്ക് എഴുതാം. ആദ്യം എന്താ സാറ് പറഞ്ഞത്? നമുക്ക് വേണ്ടത് ആരെ പറ്റിയിട്ടാണ് ചോദിച്ചത്? അമോണിയ. അപ്പൊ അത് വലത്തെ സൈഡ് എഴുതുന്നു. നമുക്ക് ഐഡിയ തന്നിട്ടുള്ളത് ഇടത്തെ സൈഡ് എഴുതുന്നു. നമുക്ക് തന്ന എന്താ? ആദ്യം നമ്മളുടെ ഇവിടെ ഉള്ള റിലേഷൻ നോക്കാം. 1 മോൾ നൈട്രജന് 2 മോൾ NH3 ആണ്. അപ്പൊ അത് ആദ്യം ഇവിടെ എഴുതുക. 1 മോൾ N2-ന് കിട്ടിയിട്ടുള്ളത് 2 മോൾ NH3 ആണ്. നമുക്ക് ആ ഇക്വേഷന് കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞു ഈ സൈഡ് 1 ആക്കണം. ഇവിടെ ഓൾറെഡി 1 ആണ്, ഇനി ആക്കണ്ട. അപ്പൊ ഇവിടെ ഇനി എന്താ തന്നത്? 10 മോൾ N2 ആണെങ്കിൽ, അപ്പൊ ഇവിടെ 10 ആയാൽ അപ്പുറത്തും 10 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 2 × 10 സമം, സാർ എന്തിനാ 2 കൊണ്ട് ഗുണിക്കണേ ചോദിക്കരുത്, അവിടെ ഓൾറെഡി 2 ഉണ്ടായോണ്ടാണ് കേട്ടോ. അപ്പൊ 2 × 10 സമം എന്താ കിട്ടുക?
20 മോൾ NH3 എന്ന് കിട്ടും. അപ്പൊ ആൻസറായി. കണ്ടോ, ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് കൂടുതൽ ഡീൽ ചെയ്യാൻ എങ്ങനെയൊക്കെ പരിചയപ്പെടണമെങ്കിൽ നമ്മൾ ബൈ പ്രാക്ടീസിങ് ചെയ്യൽ തന്നെ നടക്കുള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് മാരത്തോണിൽ ഉണ്ടായിരിക്കും, നല്ല കിടിലൻ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് മാരത്തോണിൽ കാണാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരാം. ഇന്നലത്തെ ലൈവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ മക്കളെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ മാരത്തോണിൽ വരിക, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. എനിവേ, അപ്പൊ മാരത്തോണിൽ കാണാം. സൈനിങ് ഓഫ്.